ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ ഉള്ളത്. നമ്മളൊരു വ്ളോഗിങ് ചാനൽ തന്നെ അവിടെ തുടങ്ങി. ഫസ്റ്റത്തെ വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുമെന്നെങ്കിൽ ആലോചിച്ചപ്പോഴാണ് നമ്മൾ തോന്നിയത് സൺസെറ്റ് കാണാൻ പോകാം. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് വെച്ച് വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി നമ്മൾ നൈസായിട്ട് ആലപ്പുഴ ബീച്ചിലേക്ക് വണ്ടി എടുത്ത് വിട്ടിറങ്ങി. പിള്ളേരെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്ട്രോ ഹാറ്റ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളത്തെ ഫസ്റ്റ് തന്നെ പെട്രോളൊക്കെ അടിച്ച് നമ്മൾ ബണ്ട് റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബണ്ട് റോഡ് എന്നൊക്കെ പറയാൻ നേരത്ത് നമ്മുടെ മറ്റേ ട്രോണിൽ നിന്നൊക്കെ വ്യൂ നോക്കാൻ നേരത്ത് നല്ല കിടക്കാച്ച റോഡായിരിക്കും. പക്ഷേ ഇതിവിടെ വരുന്ന കാണുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഫീല് മനസ്സിലാകത്തുള്ളൂ. കാരണം റോഡ് മൊത്തം മുണ്ടുകൂടിയായിരിക്കും ഗൈസ്. അതിന് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുന്നു. സൺസെറ്റ് കാണാമെന്നാണെങ്കിൽ നമ്മൾ നട്ടുച്ച കാട്ടെ ഇവിടെ എത്തിയത്. നമ്മൾ നേരെ നടന്ന് ബീച്ചിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ആദ്യം കണ്ടതിനാന്ന് പറഞ്ഞാൽ പൊക്കത്തൂട്ടി കൊണ്ടാണ് പറന്നു പോകണതായിരുന്നു. സംഭവം എന്നാന്ന് പേര് എനിക്കറിയത്തില്ല. പിന്നെ അവിടുത്തെ കടലിലേക്ക് നോക്കിയപ്പം അവിടെയും മൂടും. പിന്നെ നമ്മൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ അവിടെ ഇറങ്ങി വെള്ളത്തിലൊക്കെ കുറച്ച് നേരം കളിച്ചിട്ട് നമ്മളെ നൈസായിട്ട് അപ്പുറത്തേക്ക് മാറി ഇരിക്കാൻ നിർത്തി നടന്നു. ബീച്ചിലാകണ്ടാണെന്ന് പറഞ്ഞ കപ്പിൾസായിരുന്നു. അവരൊക്കെ നട്ടുച്ചക്ക് വന്ന് കോടയും പിടിച്ചിരിപ്പ. ഞാൻ മാത്രമേ ആ ബീച്ചിൽ ഒറ്റയ്ക്ക് വന്നിട്ടുള്ളായിരുന്നു. ഇന്നലെ പോസ്റ്റ് അടിച്ചിരിക്കുമ്പോഴാണ് പുറകിൽ ഈ ഐറ്റം പോണത്. പിന്നെ ഒന്നും നോക്കില്ല, നമ്മളെ കാശ് കൊടുത്ത കയറി. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടോട്ടെ ഈ വണ്ടി ഓടിക്കണം. പിന്നെ സൺസെറ്റ് ആവാൻ വേണ്ടി ഇഷ്ടമാതിരി സമയമുള്ളാറ് നമ്മളിത് ഇവിടെ നിന്ന് കൊണ്ട് മാറിയിട്ട് സോൾഡാനേമ കുടിച്ചിരിക്കും കേട്ടോ. 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ബീച്ചിലേക്ക് എത്തിയപ്പം നമ്മുടെ സൺസെറ്റിനുള്ള ടൈമായി കേട്ടോ. ആ ഒരു ടൈം ഇപ്പോൾ ബീച്ചിൽ അത്യാവശ്യം ആളൊക്കെയായി. ഇഷ്ടംമാതിരി ആൾക്കാരൊക്കെ നേരത്തെ ഇവർ വന്നിട്ടുണ്ടായിരുന്നു. സൺസെറ്റ് ആവാനായപ്പോൾ മച്ച നൈസായിട്ട് ബോട്ടൊക്കെ ആയിട്ടുള്ള കറക്റ്റുന്നുണ്ടായിരുന്നു. ഒറ്റക്കാണെങ്കിൽ നമ്മൾ ഈ ബീച്ചിലൊക്കെ പോയി ചെയ്യാൻ നേരത്ത് നമുക്ക് അങ്ങനെ ഒറ്റപ്പെട്ടല്ല അങ്ങനെ വീരാൻ നമുക്ക് തോന്നുന്നില്ല. ഞാൻ ആ ബീച്ചിനോട് ഉണ്ടായിരുന്നു നിരക്കേടി കമ്പനി വർത്താനം പറഞ്ഞ് വൈകിട്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ. ഫാമിലീസും പിന്നെ അങ്ങനെ കപ്പിൾസും അങ്ങനെ എല്ലാവരും പ്രായമുള്ളവരോട്ട് കുഞ്ഞു പിള്ളേർ വരെയും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ സൂര്യചേട്ടൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ നൈസായിട്ട് അങ്ങോട്ട് കുറച്ച് നേരം നിന്നിട്ട് തിരിച്ചു പോകാന്നോർത്ത് അങ്ങോട്ട് നടന്നു. എനിക്കാണെങ്കിൽ വീട്ടിൽ പോകാൻ വഴിയില്ലായിരുന്നു. നമ്മൾ പിന്നെയും തിരിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ സൂര്യൻ മൊത്തത്തിൽ മറയാറായിട്ടുണ്ട്. കറക്റ്റ് ആ സന്ധ്യയുടെ ടൈം ആവാൻ നേരത്താണ് നല്ല ആളായിരുന്നു, എന്നെ പറയത്തില്ല. അപ്പം നമ്മളെല്ലാവരും പോവുകയാണ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സ്ട്രോ ഹാറ്റ് വ്ളോഗ്സ് സൈനിങ് ഓഫ്. ബൈ ബൈ.